ഹോട്ടൽ ഇനി വീട്ടിൽ തന്നെ. അതെ, നമ്മളുണ്ടല്ലോ ബിരിയാണി കുറേ കാലത്തിന് ശേഷം ഉണ്ടാക്കി നല്ല അടിപൊളി പൊരിച്ച കോഴീൻ്റെ ബിരിയാണി എന്ന് പറയുമ്പോൾ എനിക്ക് ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ വെച്ചിട്ട് ഇതുപോലെ ദം ചെയ്യണ ബിരിയാണിയാണ് എനിക്കിഷ്ടം. നമ്മൾ ഈ പ്രാവശ്യം ഒരു ടിപ്പ് ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളെപ്പോഴും ഉണ്ടാക്കണം, നമ്മൾ കാറ്ററിംഗ് സ്റ്റൈൽ, നമ്മൾ കല്യാണത്തിന് കഴിക്കുന്ന ബിരിയാണിയുടെ അത്ര എത്തിയില്ലല്ലോ എന്ന് തോന്നുന്ന ഒരു വ്യത്യാസത്തിൽ ഞാൻ ഈ പ്രാവശ്യം ട്രൈ ചെയ്ത്. നമ്മൾ സവാള സാധാരണ എടുത്ത് വഴറ്റാറല്ലേ പതിവ് ആ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ, അതിന് പകരം നല്ല വറുത്ത സവാള അതിലേക്ക് ഇട്ടിട്ട് പിന്നെ ഗ്രേവി ഉണ്ടാക്കി നോക്കുക. അപ്പോൾ സവാള വഴറ്റരുത്, വറക്കുക കേട്ടോ അതിന് പകരം. എന്നിട്ടിട്ട് ഉണ്ടാക്കി നോക്കി ചിക്കനാണ് ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് അത് ദം ചെയ്ത് കണ്ട നല്ല അടിപൊളി ഫ്രൈ ചെയ്ത ചിക്കൻ ബിരിയാണിയാണ്. ഫ്രൈ ചെയ്ത ചിക്കൻ ബിരിയാണി ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്ത് പറയാം. അതിൻ്റെ കൂടെ നല്ല സവാള വിനീഗറിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയേക്കുന്നത്. എനിക്ക് മറ്റേ തൈരുള്ള സർലാസ് അത്ര ഇഷ്ടമല്ല ബിരിയാണിയുടെ കഴിക്കാൻ. അപ്പോൾ വേഗം കഴിക്കട്ടെ കേട്ടോ, വായിലൊക്കെ വെള്ളം വന്നിരിക്കുകയാണ്. വേഗം കഴിക്കട്ടെ. ബിരിയാണി ലവേഴ്സ് കമൻറ്റ് ചെയ്ത് പോയാൽ പൊരിച്ച് ബിരിയാണി ലവേഴ്സ് കേട്ടോ.